ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ദക്ഷിണ കേരള മഹായിടവക മോഡറേറ്റർ കമ്മിസറി ആയിരിക്കുന്ന റൈറ്റ് റവറൻ ഫ്രാൻസിസ് തിരുമേനി അവർകൾ, ദക്ഷിണ കേരള മഹായിടവക പാസ്റ്റർ ബോർഡ് സെക്രട്ടറി, ഈ തിരുവനന്തപുരം കൺവെൻഷന്റെ കൺവീനറായിരിക്കുന്ന ഡോക്ടർ പ്രിൻസ്റ്റൺ മന്നച്ചൻ, ഇന്നത്തെ കൺവെൻഷന്റെ ക്രമീകരണങ്ങൾ നടത്തുന്ന ബാലരാമപുരം ഏരിയയുടെ വൈദിക ശ്രേഷ്ഠർ, ദക്ഷിണ കേരള മഹായിടവകയുടെ മറ്റ് ഏരിയകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, വാത്സല്യ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. തിരുവനന്തപുരം കൺവെൻഷന്റെ 6ാം നാളിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് നൽകിയ ഈ അവസരത്തിൽ ജനമല്ലാതിരുന്ന നമ്മെ ജനമാക്കിയ ദൈവത്തെക്കുറിച്ചും നമ്മെ ജനമാക്കിയതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ഏൽപ്പിച്ച ജനമാകുന്ന നാം ഐക്യതയിൽ മുന്നേറണമെന്നും ഐക്യതയിൽ മുന്നേറണമെങ്കിൽ വിദ്യാഭ്യാസം അതിനടിസ്ഥാനപരമായി നിലനിൽക്കണമെന്നും അതിനനുസൃതമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആദര ശുശ്രൂഷ പ്രവർത്തനങ്ങളുമായി ദൈവഹിത പ്രവർത്തനങ്ങളുമായി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ഇന്ന് ദക്ഷിണേന്ത്യ സഭയുടെ ഒരു ഭാഗമാണല്ലോ ദക്ഷിണ കേരള മഹായിടവക. ദക്ഷിണേന്ത്യ സഭ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലും അടങ്ങുന്ന 5 സംസ്ഥാനങ്ങളിലും ജാഫ്ന, കേരള ശ്രീലങ്കയിലുള്ള ജാഫ്നയിലുള്ള ഒരു മഹായിടവക ഉൾപ്പെടെ 24 മഹായിടവകൾ അടങ്ങിയ ഒരു വലിയ കുടുംബമാണ് ദക്ഷിണേന്ത്യ സഭ. അതിലുള്ള ഒരു മഹായിടവകയാണ് ദക്ഷിണ കേരള മഹായിടവക. ജനസംഖ്യ കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹായിടവകയാണ് നമ്മുടെ മഹായിടവക. ഈ ദക്ഷിണേന്ത്യ സഭയിൽ ഒരേ ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് മാത്രമാണുള്ളത്. 2008 ഒരു മെഡിക്കൽ കോളേജ് ആന്ധ്രയിലെ മേഡക് ഡയസിസിൽ ആരംഭിച്ചു എങ്കിലും 300 ഏക്കറിന് നടുക്ക് മിഷണറി വര്യന്മാരാൽ നൽകപ്പെട്ട ഒരു ക്യാമ്പസിൽ ആരംഭിച്ചെങ്കിലും അതിൻ്റെ ദൈർഘ്യം 1 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കാട് കയറി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ആ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നത്. അപ്പോൾ 2002 ആരംഭിച്ച ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജ് ഇന്ന് പൂർവാധികം ശക്തിയോടെ ദക്ഷിണ കേരള മഹായിടവകയുടെ മെഡിക്കൽ മിഷന് ശക്തി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ ആദർശം ഇതാണ്: ടു ബി എ റോൾ മോഡൽ ഇൻ കോമ്പീറ്റന്റ് കമ്പാഷനേറ്റ് ഹെൽത്ത് കെയർ ഡെലിവറി വിത്ത് എ മിഷണറി ടച്ച് ടു ദി എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നവർക്ക് മത്സരാധിഷ്ഠിതവും വിശ്വാസകരവുമായ ആരോഗ്യ പരിപാലനം നൽകണമെന്ന നിർദ്ദേശമാണ് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവകയുടെ യശസ്സ് ഉയർത്തി നിൽക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിന് ഉള്ളത്. ആ ദർശനത്തോടു കൂടെയാണ് ഇന്ന് ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകുന്നത്. ദൈവകൃപയാൽ 2020 ഡിസംബർ 8 ഞാൻ ദക്ഷിണ കേരള മഹായിടവകയുടെ താൽക്കാലിക സെക്രട്ടറിയായി ചുമതലയേറ്റത്. അതിനു മുമ്പ് ഒരു ബിസിനസ്സുകാരനായിട്ടായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ
കൂടപ്പുറപ്പായ ഡോക്ടർ പ്യാർട്ടിറ്റിയുടെ ഭാര്യ പിതാവായിരുന്നു മോസ്റ്റ് റെവറൻ JW ഗ്ലാസ്റ്റൺ തിരുമേനി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉൾപ്പെട്ട ഒരു അംഗമായിരുന്നത് കൊണ്ട് തന്നെ ദക്ഷിണ കേരള മഹായിടവകയുമായി ഒരു അഭേദ്യ ബന്ധം എനിക്കുണ്ടായിരുന്നു. 2010 അല്ലെങ്കിൽ 2007-8 കാലഘട്ടങ്ങളിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയവും ഈ സംവിധാനങ്ങളും ഇവിടെ കൊടുകത്തി വാഴുമ്പോൾ അദ്ദേഹവുമായി ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമായിരുന്നു. അന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ച, എനിക്ക് പറഞ്ഞു തന്ന ചില പാഠങ്ങളുണ്ട്. ഈ കാരക്കോണം ഞാനും ഏറ്റവും കൂടുതൽ വിരോധിയായിരുന്നത് ഡോക്ടർ ബെനറ്റിനെതിരെയായിരുന്നു. ഡോക്ടർ ബെനറ്റിനെ കുറിച്ച് നമ്മുടെ സഭാജനങ്ങൾ പറഞ്ഞു പരത്തിയ കഥകളിൽ വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാനും. എന്നാൽ ബഹുമാനപ്പെട്ട മോസ്റ്റ് റെവറൻ JW ഗ്ലാസ്റ്റൺ തിരുമേനി എന്നോട് പറഞ്ഞത്, നിനക്കെന്തറിയാമായിരുന്നിട്ടാണ് നീ ഇത് പറയുന്നത്? 1982 കാലഘട്ടങ്ങളിൽ 3 ഏക്കർ ഭൂമിയും ഒരു ഓലപ്പുര കെട്ടിടവുമായിരുന്നു കാരക്കോണം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ സംഭാവന. അത് മാത്രമായിരുന്നു മിഷണറി വര്യന്മാർ നമുക്ക് ശേഷിച്ചിരുന്നത്. 1986 ഒക്ടോബർ 14 വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം നമ്മുടെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിനെ പുനരുദ്ധരിപ്പിക്കുവാൻ, വളർത്തിയെടുക്കുവാൻ വേണ്ടി ഒരു യുവാവ്, 25-കാരനായ ഒരു യുവാവ് ആ മെഡിക്കൽ മിഷനിൽ സ്ഥാനമേറ്റു. ഡോക്ടർ J. ബെനറ്റ് എബ്രഹാം. 1986 തുടങ്ങിയ യുദ്ധം 2002 മുതൽ 1900 എന്തായാലും നമ്മുടെ കാരക്കോണം മെഡിക്കൽ കോളേജ് നാമകരണം ചെയ്തിരിക്കുന്നത് നെയ്യൂർ മിഷൻ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ സോമർവെലിന്റെ നാമധേയത്തിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ മിഷൻ ഹോസ്പിറ്റലിനെ, ഈ ദക്ഷിണ കേരള മഹായിടവകയിൽ ഭാഗമായ ഈ മിഷൻ ഹോസ്പിറ്റലിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത 1986 ഡോക്ടർ ബെനറ്റ് എബ്രഹാം വരികയുണ്ടായി. തുടർന്ന് ഇതിന്റെ വളർച്ച ആരംഭിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ദക്ഷിണ കേരള മഹായിടവകയുടെ ഭൂരിഭാഗ അംഗങ്ങളും ഇവിടെ ഉണ്ട്. ഒരു സ്ഥാപനം അതിന്റെ താഴത്തെ നിലയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുമ്പോൾ അതിൽ വരുന്ന പ്രതിസന്ധികൾ, എത്ര പേരെ തിട്ടപ്പെടുത്തിയാൽ ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഒരുപാട് കള്ളപ്പരാതികളുടെയും ഒരുപാട് പ്രതിസന്ധികളുടെ ഇടയിൽ, ഒരുപാട് പ്രതികൂലങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മുടെ അഭിമാനമായ, നമ്മുടെ രക്തമായ ഒരു ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജ് എന്ന മെഡിക്കൽ കോളേജ് 2002 നമുക്ക് രൂപീകരിക്കുകയുണ്ടായി. അഭിവന്റെ മോഡറേറ്റർ തിരുമേനി പറഞ്ഞ ചരിത്രം ഒരുപാടുണ്ട് പറയുവാൻ. ആരോരുമില്ലാതെ, സമ്പത്ത് നൽകുവാൻ ആരോരുമില്ലാതെ, ഒരു ലെറ്റർ കറസ്പോണ്ടന്റ് നടത്തുവാൻ അറിവില്ലാതിരുന്ന ഈ പാവപ്പെട്ട ജനതയുടെ ഇടയിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുവാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ച ഒരു മിഷണറി സ്പർശനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ J. ബെനറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. അന്നിരുന്ന അധികാരവർഗം, AK ആന്റണി മന്ത്രിസഭ നൽകിയ തീരുമാനം ഇതായിരുന്നു: പകുതി സീറ്റ്, 100 സീറ്റ് ഡോക്ടർമാർക്ക് പഠിക്കുവാനുള്ള 100 സീറ്റ്, അതിൽ 50 സീറ്റ് SIUC CSI വിഭാഗക്കാരന് അവകാശപ്പെട്ടതാണ്. കാരണം ഈ മെഡിക്കൽ കോളേജ് CSI കാരന്റെ വകയാണ്. CSI കാരന്റെ പേരിലുള്ള വസ്തുവിലാണ് ആ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. CSI കാരന്റെ മാനേജ്മെന്റ് ആണത്. CSI കാരന്റെ മക്കൾ പഠിക്കേണ്ട സ്ഥാപനമാണത്. പ്യുവർ മെറിറ്റിൽ 50% സീറ്റ് കൊടുത്തതിന് ശേഷം 50% സീറ്റ് നമ്മളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതായി ഗവൺമെന്റ് നിശ്ചയിച്ചു തന്നു. 2002 മുതൽ 2018 വരെ 1700 പേർക്ക് ഡോക്ടർ പഠനത്തിനുള്ള അവസരം കാരക്കോണം മെഡിക്കൽ കോളേജ് മുഖാന്തരം നിയോഗിക്കപ്പെടുകയുണ്ടായി. അതിൽ കമ്മ്യൂണിറ്റി കോട്ട വഴിയും NRI സീറ്റ് വഴിയും 900
CSI പള്ളിക്കാരന്മാരുടെ മക്കൾ ഡോക്ടർമാരായി. അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ സ്ഥാപനമായിരുന്നത് കൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെയും കൂലിപ്പണിക്കാരന്റെയും ചെറുകിട ബിസിനസ്സുകാരന്റെയും അച്ഛന്മാരുടെയും സുവിശേഷകരുടെയും മക്കൾ ഡോക്ടർമാരായി വന്നു. ആ 900 ഡോക്ടർമാരിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ആശുപത്രി, കാട്ടാക്കട ആശുപത്രി, ഇങ്ങനെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇന്ന് ഗവൺമെന്റ് ഡോക്ടർമാരായി പല CSI ഡോക്ടർമാരും സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഒട്ടനവധി നേഴ്സുമാർ ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികളായി ഈ ആശുപത്രികളിൽ ഇന്നാളുകളിൽ സേവനം അനുഷ്ഠിക്കുന്നുമുണ്ട്. അങ്ങനെ 2018 നമ്മുടെ മാത്രം അവകാശമായിരുന്ന നമ്മുടെ ഈ 50% സീറ്റ്, 100 ഡോക്ടർ സീറ്റ് ഉണ്ടെങ്കിൽ 50 സീറ്റ് CSI പള്ളിക്കാരനെന്നുള്ള അവകാശം ഗവൺമെന്റ് കോടതി വഴി മാറ്റപ്പെട്ടു. ഈ നാളിതുവരെ 2018 മുതൽ 2023 വരെ ഏകദേശം 500 കുട്ടികൾ CSI പള്ളിക്കാരൻ പഠിക്കേണ്ടടുത്ത് വെറും 65 കുട്ടികളാണ് CSI പള്ളിക്കാരുടെ മക്കൾ ഡോക്ടറിന് പഠിക്കുവാൻ അവസരം ലഭിച്ചത്. ക്രിസ്തുവിൽ പ്രിയരെ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഈ കൺവെൻഷൻ, തിരുവനന്തപുരം കൺവെൻഷൻ, ഈ ആത്മീയ സംഗമം കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലാണ് തിരിച്ചു പോകുന്നത്. നമ്മുടെ ഭവനത്തിൽ തിരിച്ചു പോകുമ്പോൾ അവിടെ കളക്ടർ ഓഫീസിൽ നിന്നോ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ നമ്മുടെ വീടിന് മുന്നിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചിരിക്കുകയാണ്, ഒരാഴ്ചക്കകത്ത് നിങ്ങൾ ഈ വീട് മാറിത്തരണം, ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശമില്ല എന്നൊരു നോട്ടീസ് ഒട്ടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുടുംബത്തിൽ ഭാര്യയെ വിളിക്കും, നമ്മുടെ മക്കളെ വിളിക്കും, മുതിർന്ന അപ്പൻ അമ്മ എല്ലാവരെയും വിളിക്കും, ബന്ധുക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിക്കും. വിളിച്ചിട്ട് പറയും, നമുക്കിങ്ങനെ ഇതാ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ തന്ന വീട്, ഏകദേശം 70 കൊല്ലം കൊണ്ട് താമസിക്കുന്ന വീട്, ഉദാഹരണം പറഞ്ഞതാണ്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ഇതാ നോട്ടീസ് തന്നിരിക്കുന്നു, എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ടും എല്ലാവരും അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറെ അറിയിക്കും, പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കും, പഞ്ചായത്ത് ഓഫീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കും, രേഖകളെല്ലാം എടുക്കും, അതിന്റെ മുന്നാധാരം എല്ലാം എടുക്കും. എൻ്റെ അപ്പന്മാർ മുതൽ ശ്രദ്ധിച്ചു തന്ന വസ്തുവാണിത്, ഇത് എനിക്കും എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്, ഇതല്ലാതെ നമുക്കൊന്നുമില്ല, ഇവിടെ താമസിക്കുവാനുള്ള അവസരം തരണമെന്ന് പറയും. പഞ്ചായത്ത് ഓഫീസ് പറയും, ഇത് കളക്ടർ നടപടിയാണ്, ഇത് മന്ത്രിയുടെ നടപടിയാണെന്ന് പറഞ്ഞാൽ അടുത്ത ഈ ഭൂമിയുടെ ദൈവമായി വിശ്വസിക്കുന്ന നീതിന്യായ വ്യവസ്ഥ അലങ്കരിച്ചു തരുന്ന കോടതിയിൽ നമ്മൾ അഭ്യർത്ഥന കൊടുക്കും. അല്ലയോ കോടതി, നമുക്ക് അവകാശമായി നാളിതുവരെ സിദ്ധിച്ചു തന്ന ഈ കിടപ്പാടവകാശം ഇതാ മാറ്റിത്തരണമെന്ന് നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നു, എന്താണ് കാര്യമെന്ന് അറിയില്ല എന്ന് ഒരു അപേക്ഷ കൊടുത്താൽ തീർച്ചയായും നാളിതുവരെ ഭാരതമൊട്ടാകെയുള്ള നീതിന്യായ വ്യവസ്ഥ പാലിക്കുന്ന കോടതികൾ കൊടുക്കുന്ന വിധി ഇതായിരിക്കും, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇന്ന് വരെ എങ്ങനെയായിരുന്നോ അതുപോലെ വീട്ടിൽ താമസിക്കണം. ഇനി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇതിന്റെ അവസാന വിധി പ്രഖ്യാപിക്കുമെന്നായിരിക്കും കോടതി വിധിക്കുന്നത്. 2002 മുതൽ 2018 വരെ പാവപ്പെട്ട ഈ തെക്കൻ കേരളത്തെ പ്രബല സമുദായമായ SIUC വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ട നമ്മുടെ സ്വത്തായ, നമ്മുടെ രക്തമായ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയാലും കാണിക്കയാലും വളർത്തിയെടുക്കപ്പെട്ട സ്ഥാപനത്തിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കുവാൻ അവകാശമില്ലാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, എത്രയെത്ര നന്മകൾ നിത്യനും നീതിമാനുമായ ദൈവം നമുക്ക് നൽകി. 2018 നമുക്കിങ്ങനെ ഒരു അവസരം നമ്മുടെ നീതി നിഷേധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നിരുന്ന അധികാരികൾ ഒരപേക്ഷ കോടതിയിലോ ഇതിന്റെ അധികാരികൾക്കോ നൽകിയിരുന്നുവെങ്കിൽ ഇന്നും നമുക്ക് അവകാശപ്പെട്ട ഈ കോളേജിൽ നമ്മുടെ മക്കൾ പഠിക്കുമായിരുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, എനിക്ക് തിരുവനന്തപുരം കൺവെൻഷന്റെ ആത്മീയ സംഗമത്തിൽ ഇന്ന് ഈ ഹ്രസ്വ വീഡിയോ
മെഡിക്കൽ മിഷനെ സംബന്ധിച്ച് കാണിച്ചത് കൊണ്ട് മാത്രം ഞാനിതൊന്ന് നമ്മുടെ ജനതയോട് ഓർമ്മിപ്പിക്കുകയാണ്. 2020 ഡിസംബർ 8 ഈ താൽക്കാലിക ശുശ്രൂഷ ഏറ്റെടുത്തപ്പോൾ ഞാൻ അഭിവന്ദ്യ മോഡറേറ്റർ തിരുമേനി മോസ്റ്റ് റവറൻഡ് JW ഗ്ലാസ്റ്റൺ തിരുമേനിയെ കാണുവാൻ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, നമ്മുടെ ജനത്തെ തിരസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്, എന്റെ ജനത്തെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്, എന്റെ ജനത്തെ നിന്ദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കാര്യപ്രാപ്തിയുള്ളവരെ വളർത്തിയെടുത്ത് ഈ സഭ മറ്റുള്ള സഭകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ മാറ്റിക്കൊണ്ടുവരണം. അന്ന് അദ്ദേഹം ഒരു വചനം കൂടെ പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അദ്ദേഹത്തിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടാതെ കാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, CBIയിൽ കംപ്ലൈന്റ്, ഇന്ത്യയുടെ പരമോന്നത അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ്, 3.5 ഏക്കർ എങ്ങനെ 58 ഏക്കറായി? ഇന്നും സഭാവിരുദ്ധർ സഭയെ വളരുവാൻ നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ തന്നെ സഭയുടെ, നമ്മുടെ തന്നെ സഹോദരങ്ങൾ തന്നെ ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നു. ഈ പരാതികൾക്ക് അടിസ്ഥാനം മറ്റാരുമല്ല, ഇന്ത്യയുടെ പരമോന്നത അന്വേഷണ ഏജൻസി കൊടുത്ത പരാതി ഇതാണ്. 3.5 ഏക്കറിൽ നിന്ന് എങ്ങനെ 58 ഏക്കറായി? എങ്ങനെ ഇത്രയും വലിയ ബഹുനില കെട്ടിടങ്ങൾ അവിടെ വന്നു? എങ്ങനെ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു? ഇതിന് കാരണക്കാരനായവൻ ഡോക്ടർ ബെനറ്റാണ്, JW ഗ്ലാസ്റ്റൺ ആണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെ എവർക്കെതിരെ നടപടി വേണമെന്ന് നമ്മുടെ സഹോദരങ്ങൾ തന്നെ ജൽപ്പനം പറയുമ്പോൾ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്, സർവജ്ഞാനിയായ ഒരു ദൈവം നമുക്കുണ്ട്, സർവവ്യാപിയായ ഒരു ദൈവം നമുക്കുണ്ട്, വിശ്വസ്തനും രക്ഷകനുമായ ഒരു ദൈവം നമുക്കുണ്ട്, നിത്യനും നീതിമാനുമായ ഒരു ദൈവമുണ്ട് നമുക്ക്. ക്രിസ്തുവിൽ പ്രിയരെ, ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദനകൾ പറയുവാനുണ്ട്. നഷ്ടപ്പെട്ട ഭൗതിക സംഭരണം നേടിയെടുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ആകമാനം നമ്മുടെ മക്കൾ ശ്രേഷ്ഠതയോടെ നിലനിർത്തുവാൻ, അവർക്ക് അടിസ്ഥാനമിടാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിൽ നിക്ഷിപ്തമാണ്. നഷ്ടപ്പെട്ടത് നേടിയെടുത്തേ പറ്റൂ. അഭിവന്ദ്യ റൈറ്റ് റവറൻഡ് ഫ്രാൻസിസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ചോദിക്കുവാൻ വേണ്ടി SIUC ദിനത്തിന് തന്നെ ഒരു SIUC റാലി നമ്മുടെ വകയിൽ, നമ്മുടെ വസ്തുവിൽ, നമ്മുടെ മാനേജ്മെന്റിന്റെ കീഴിൽ, നമ്മുടെ കെട്ടിടത്ത് നമ്മുടെ മക്കൾക്ക് പഠിക്കുവാനുള്ള അവകാശം ചോദിച്ചുകൊണ്ടുള്ള അവകാശ റാലി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കണം. തോറ്റവനായ പിശാചിന്റെ വഴിയല്ല, പുറത്താക്കപ്പെട്ട പിശാചിന്റെ വഴിയല്ല, നിത്യനും നീതിമാനുമായ ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. നമുക്ക് നമ്മുടെ അവകാശം കിട്ടിയേ പറ്റൂ, നമ്മുടെ ആവശ്യം നേടിയെടുത്തേ പറ്റൂ, അതിനുവേണ്ടി നിതാന്തമായി പ്രാർത്ഥിച്ചേ പറ്റൂ, അതിനുള്ളവരായി നന്ദിയുള്ളവരായിരുന്നേ പറ്റൂ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാത്തിനും എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിപ്പീൻ. നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ ഈ പ്രബല സമുദായത്തിന്, ഈ പ്രബല സഭയ്ക്ക്, ദക്ഷിണേന്ത്യ സഭയ്ക്ക് തന്നെ ഒരേ ഒരു മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് നമ്മുടെ മക്കൾക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റണം. അതിനുവേണ്ടി എന്തോ ആവട്ടെ, കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പരാതികൾ ഭൗതികമായി മാറ്റപ്പെടുന്ന കാലഘട്ടമാണെന്ന്. ശത്രുപക്ഷത്ത് പൈശാചിക ശക്തിയോടെ പ്രവർത്തിക്കുന്നെങ്കിലും ദൈവഹിതമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കൃപ നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. നമ്മുടെ പല അമ്മമാർക്കും പിതാക്കന്മാർക്കും അറിയില്ല, എൻ്റെ മക്കൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡിഗ്രിക്ക് പോലും അഡ്മിഷൻ ഇല്ലാതാകും. ഓരോ 15 വീടുകളിൽ നിങ്ങളൊന്ന് ചുറ്റും ചിന്തിച്ചു നോക്കൂ. ഒരു ഡിഗ്രിക്കാരനുണ്ട്, ഒരു വക്കീൽ പണിക്ക് പഠിക്കുന്നവനുണ്ട്, ഒരു ഡോക്ടറുണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്. സാമ്പത്തികപരമായും ബുദ്ധിപരമായും പിന്നോക്കം നിൽക്കുന്ന ഈ ജനതയ്ക്ക് ഭൗതികമായ അധികാരികൾ തിരുവിതാംകൂർ രാജാക്കന്മാർ മുതൽ നൽകിയ
സംഭരണ അവകാശമാണ്. 2018 മുതൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിവുള്ളവരെ ഉദ്ധരിച്ച് മുന്നോട്ട് നിർത്തി നമ്മുടെ ഈ പാവപ്പെട്ട ജനതയ്ക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരൊറ്റ ജനതയായി ഒരിടയനും ഒരാട്ടിൻകൂട്ടവും എന്ന ദർശനത്തോടെ മുന്നേറാം. അതിന് ദൈവം നമ്മെ കൃപാലുക്കളാക്കട്ടെ. കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു വർഷം ഹോസ്പിറ്റലിൽ 60 കോടി രൂപയോളം വരുമാനമുണ്ട്. അതിൽ പാവപ്പെട്ടവന് വേണ്ടി 20 കോടിയോളം രൂപ ചാരിറ്റി ചെയ്യുന്നുണ്ട്. 36 കോടിയോളം രൂപ ചിലവ് വരുന്നുണ്ട്. 3 കോടി രൂപ ലാഭ ഇനത്തിൽ മാറ്റി നിർത്തുന്നു. അങ്ങനെ ഒരു ആതുര ശുശ്രൂഷാലയം വെല്ലൂർ മെഡിക്കൽ കോളേജ് പുറത്തുനിന്ന് മാത്രം നോക്കുവാൻ കഴിയുന്ന രീതിയിൽ മാറ്റപ്പെടരുത്. വ്യക്തികൾക്കല്ല പ്രാധാന്യം. കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ഇങ്ങനെ ഒരു ചെറു സ്ഥാപനം പോലും വളർത്തിയെടുക്കുവാൻ കഴിയില്ല. നശിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ദേശത്തെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് 2 ദിനവൃത്താന്തം 7:14 നമ്മെ പഠിപ്പിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നൽകുന്നു എന്ന് യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദേശത്തെ സൗഖ്യമാക്കുവാൻ, നമുക്ക് ഓരോരുത്തർക്ക് സൗഖ്യം പ്രാപിക്കുവാൻ, അവന്റെ അടിപ്പിണരുകൾ നമ്മൾ ഏറ്റെടുക്കുവാൻ സജ്ഞരാകാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുന്നു.